മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേന പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയതിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാൽ ആണ് ചേരുന്നത്. ശരത് ലാൽ, ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആ ഒരു ചൂടിന്റെ ഇടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കമുണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി ഏത് രീതിയിലാവും ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ബാധിക്കുക, കെജ്രിവാളിനെ ബാധിക്കുക? അതെ, കാരണം ഡൽഹി തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് ഇത്തരമൊരു അനുമതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത്. കാരണം നേരത്തെ ലഫ്റ്റനന്റ് ഗവർണർ അനുമതി CBI അന്വേഷണം നൽകിയിരുന്നു. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ ED അന്വേഷണത്തിന് അനുമതി നൽകിയിരിക്കുകയാണ്. കാരണം മദ്യനയ അഴിമതി കേസിൽ പണം വകമാറി ചെലവഴിച്ചു, അല്ലെങ്കിൽ അതിൽ ആം ആദ്മി പാർട്ടിക്ക് ഒന്നാം പ്രതിയാണ്, അതിൽ രണ്ടാം പ്രതി എന്ന നിലക്കുള്ള രീതിയിലാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നത്. ഇത് ഒരു വളരെ പ്രത്യേകമുള്ള സമയത്ത് കൂടിയാണ്. കാരണം കെജ്രിവാളിനെ അഴിമതിക്കാരനായി മുദ്ര കുത്തുക എന്നുള്ള BJP രാഷ്ട്രീയ തന്ത്രമാണ് ഇതിന്റെ പിന്നിൽ നിന്നാണ് ഇതിനോടുള്ള ആം ആദ്മിയുടെ ജനറൽ സെക്രട്ടറി സഞ്ജയ് സിംഗിന്റെ ആദ്യ പ്രതികരണം. ഇത്തരം നടപടികൾ കൊണ്ട് ആം ആദ്മിയെ തകർക്കാൻ കഴിയില്ല. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇപ്പോഴാണോ ബോധം ഉദിച്ചത് എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഏതായാലും വളരെ തിടുക്കിട്ട ഒരു നടപടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇതൊരു കമ്മിറ്റിയാണ്, കേന്ദ്ര ആഭ്യന്തര ജോയിന്റ് സെക്രട്ടറിക്കുള്ള ഒരു കമ്മിറ്റിയാണ് ഇത്തരം കേസുകളിൽ EDക്ക് അനുമതി നൽകേണ്ടത്. എന്നാൽ ഈ കമ്മിറ്റി യോഗം വിളിച്ചോ എന്നും സഞ്ജയ് സിംഗ് ചോദിക്കുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ അവസ്ഥയിൽ കെജ്രിവാളിനെതിരെയുള്ള നിയമ നടപടികളുമായി ED മുന്നോട്ട് പോകും. ഇനി എന്തായിരിക്കും EDയുടെ നടപടികൾ? ED ചോദ്യം ചെയ്യാൻ വേണ്ടി കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് വിളിക്കുമോ, അല്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും EDക്ക് അനുമതി ലഭിച്ച സാഹചര്യത്തിൽ ED നടപടികൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആലോചിക്കുന്നത്. ED കെജ്രിവാളിന് സമൻസ് അയച്ചാൽ ഹാജരാകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടെ അഭിപ്രായം ഈ ആം ആദ്മി പാർട്ടി ചോദിച്ചേക്കും. ഏതായാലും വിദഗ്ധ നിയമ ഉപദേശം ആം ആദ്മി പാർട്ടി ഇന്ന് തന്നെ തേടുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം ED അടിയന്തരമായി തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ കഴിഞ്ഞ 6 മാസത്തോളം EDയുടെ അപേക്ഷ പെൻഡിങ്ങിലായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇത്തരമൊരു അപേക്ഷക്ക് അനുമതി നൽകിയത് കാരണം തന്നെ തെരഞ്ഞെടുപ്പാണെന്നും ആ തെരഞ്ഞെടുപ്പ് കെജ്രിവാളിനെ വീണ്ടും ജയിലിൽ അകത്ത് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഏതായാലും ആം ആദ്മി പാർട്ടി ഇക്കാര്യത്തിൽ നിയമവിദഗ്ധരുമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കവും ആം ആദ്മി പാർട്ടിൻ്റെ അടുത്തുണ്ട്. എന്തായാലും ED ഇക്കാര്യത്തിൽ എന്ത് നടപടി എടുക്കുന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. ED ഉടനെ തന്നെ അദ്ദേഹത്തെ കസ്റ്റഡി ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് അറസ്റ്റിലേക്ക് നയിക്കുമോ ആഭ്യന്തര മന്ത്രാലയത്തിന് അനുമതി ലഭിച്ച ഉടൻ എന്നതാണ് അത് നമുക്ക് EDയുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതനുസരിച്ചായിരിക്കും ഇത് ഡൽഹി രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വിലയിരുത്താൻ കഴിയുള്ളൂ. ശരി ശരത് ലാൽ, എന്തായാലും EDയുടെ നീക്കം ഏത് രീതിയിലായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ബാധിക്കുക എന്നുള്ളതെല്ലാം നോക്കിക്കാണേണ്ടിയിരിക്കുന്നു.